ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏറ്റവും പുതിയതായിട്ട് ഇറക്കിയ ഒരു പ്ലാനാണ് ബീമ ലക്ഷ്മി പ്ലാൻ. ബീമ ലക്ഷ്മി പ്ലാൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. 40 വയസ്സുള്ള ഒരാൾ 30 ലക്ഷം രൂപ സം അഷ്യൂർഡ് വരുന്നതും ഒന്നിടവിട്ട വർഷങ്ങളിൽ മണി ബാക്ക് അല്ലെങ്കിൽ സർവൈവൽ ബെനിഫിറ്റ് ഓപ്റ്റ് ചെയ്യുന്നതും ആയ ഒരു പ്ലാനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന റിട്ടേൺ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം അടയ്ക്കേണ്ട തുക 5,20,000 രൂപയാണ് ഓരോ വർഷവും അടയ്ക്കേണ്ടത്. 5,20,000 രൂപ അടയ്ക്കുമ്പോൾ ഓരോ 2 വർഷം കൂടുമ്പോഴും അദ്ദേഹത്തിന് 30 ലക്ഷം രൂപയുടെ 7.5% ആയ 2,25,000 രൂപയാണ് ഓരോ 2 വർഷം കൂടുമ്പോഴും മണി ബാക്ക് അല്ലെങ്കിൽ സർവൈവൽ ബെനിഫിറ്റായിട്ട് ലഭിക്കുന്നത്. രണ്ടാമത് ഡെത്ത് ബെനിഫിറ്റ് പോളിസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഇയർ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ 10 ടൈംസ്, അതായത് 5,20,000 രൂപയുടെ 10%, അതായത് 5,20,000 10 ടൈംസ് ആയ 5,20,000 10% ആയ 52 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജാണ് പോളിസി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലഭിക്കുന്നത്. ഓരോ വർഷവും ഗ്യാരണ്ടി റിട്ടേൺ ഇതിനകത്ത് ആഡായി വരുന്നതുകൊണ്ട് ഇൻഷുറൻസ് കവറേജും ഓരോ വർഷവും കൂടി വരുന്നതാണ്. മൂന്നാമതായിട്ട് മച്യൂരിറ്റി ബെനിഫിറ്റായിട്ട് നമുക്ക് ലഭിക്കുന്നത് സർവൈവൽ ബെനിഫിറ്റായിട്ട് ലഭിച്ച 27 ലക്ഷം രൂപ ഇതിൻ്റെ സം അഷ്യൂർഡിൽ നിന്ന് കുറയില്ല. മറ്റ് മണി ബാക്ക് പ്ലാനുകളിലാണെങ്കിൽ സർവൈവൽ ബെനിഫിറ്റ് കിട്ടുന്ന തുക മച്യൂരിറ്റിക്കായിട്ട് ലഭിക്കുന്ന തുകയിൽ നിന്ന്, അതായത് ഇൻഷുറൻസ് സം അഷ്യൂർഡിൽ നിന്ന്, അതായത് മറ്റ് ഇൻഷുറൻസ് പ്ലാൻ ആയിരുന്നെങ്കിൽ സം അഷ്യൂർഡിൽ നിന്ന് സർവൈവൽ ബെനിഫിറ്റായിട്ട് ലഭിക്കുന്ന തുക കഴിച്ചിട്ട് ബാലൻസ് തുകയായിരുന്നു ലഭിക്കേണ്ടത്. എന്നാൽ ഈ പ്ലാനിൽ സർവൈവൽ ബെനിഫിറ്റായിട്ട് ലഭിക്കുന്ന തുക സം അഷ്യൂർഡിൽ നിന്ന് കുറയാതെ തന്നെ 30 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ 25 വർഷത്തെ ഗ്യാരണ്ടി റിട്ടേൺ ആയിട്ടുള്ള 1,06,00,000 രൂപയും ഉൾപ്പെടെ 1,36,00,000 രൂപയാണ് മച്യൂരിറ്റി ബെനിഫിറ്റായിട്ട് ലഭിക്കുന്നത്. ഓപ്ഷണൽ റൈഡറായ ഫീമെയിൽ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. അതിൽ വരുന്ന പ്രീമിയവും എക്സ്ട്രാ വരുന്നതായിരിക്കും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ 9447329484.